ഗൈസ് എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നൊരു കുട്ടി ട്രാവലോഗാണ് കേട്ടോ. ഇന്ന് നമ്മൾ പോകുന്നത് പഴനിയിലേക്കാണ്. ഒരുപാട് ദിവസമായിട്ടോ പഴനിയിലേക്ക് പോയിട്ട്. അപ്പോൾ നമ്മളിത് ഫാമിലി ആയിട്ട് തന്നെ എല്ലാവരും ചേർന്നിട്ടാണ് പഴനിയിലേക്ക് പോകുന്നത്. കണ്ണൻകുട്ടി ഇങ്ങനെ മൊബൈലിൽ പാട്ടൊക്കെ കേട്ട് രസിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ ഒരു 6:30 മണിയാകുമ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ രാവിലെ ചായ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മളിത് തമിഴ്നാട് വന്നു കഴിഞ്ഞാൽ തന്നെ MDS ബേക്കേഴ്സ് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. എവിടെ നോക്കിയാലും ഇവരുടെ ബേക്കേഴ്സാണ് ഉണ്ടാവുക കേട്ടോ. അതേപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള എല്ലാ വക ബേക്കേഴ്സും ബേക്കറി ഐറ്റംസ് ഇവിടെ കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ഓരോ മഷ്റൂം പപ്സും അതേപോലെ ചായയാണ് കേട്ടോ പറഞ്ഞത്. ഒരുപാട് ദൂരം പോകേണ്ടതല്ലെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടിപൊളി പപ്സ് ആയിരുന്നു കേട്ടോ. എന്തായാലും സോഫ്റ്റ്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ കേരളത്തിൽ പപ്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ ആകുമ്പോൾ ലെയർ ആയിട്ട് ഇങ്ങനെ പപ്സ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചായയും ഒരു പപ്സും എല്ലാവരും കൂടി കഴിച്ചു. എന്നിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ നമ്മളിതേ പഴനി എത്താറായിട്ടോ. പഴനി എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. അവിടെ എത്തുമ്പോൾ തന്നെ അങ്ങനെ നമ്മളിത് പഴഞ്ഞ അടിവാരത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ വന്ന് നോക്കിയപ്പോൾ എന്താ അറിയില്ല, ഭയങ്കര തൈപ്പൂയത്തിനൊക്കെ ഉള്ള പോലെ നല്ല കൊട്ടും മേളവും ആദ്യമൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ പേര് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. വേലും കാവടിയൊക്കെ എടുത്തിട്ട് ഒരുപാട് പേര് പാദയാത്രയും പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ഈ വഴിയാണ് കേട്ടോ എല്ലാവരും കടത്തി വിട്ടത്. അതായത് നമ്മൾ എപ്പോഴും ഫ്രണ്ടിൽ നിന്നാണ് പോവുക. ഫ്രണ്ടിൽ നിന്ന് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പഴനിയിൽ കുറച്ച് വർക്ക് നടക്കുന്നത് കൊണ്ട് ഒരു ഭാഗത്തൂടെ മാത്രമായിരുന്നു കേട്ടോ പോകുന്നുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ക്ലോസ് ചെയ്ത് കുറച്ച് പേരെ മാത്രമായിരുന്നു പാദയാത്ര വഴി തന്നെ കടത്തി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നോക്കിയപ്പോൾ നല്ല തിരക്കായിരുന്നു. എന്തായാലും ആ തിരക്കിൻ്റെ ഇടയിൽ പോയി ഭഗവാനെയൊക്കെ തൊഴുതു. പക്ഷേ ഒന്നൊന്നൊരു തിരക്ക് പറഞ്ഞാൽ ഇതുവരെ പഴനിയിൽ വന്നിട്ട് ഇങ്ങനെ തിരക്ക് കണ്ടിട്ടില്ല. ആ തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെയോ പ്രാർത്ഥിച്ചു. പ്രസാദൂട്ടിനൊന്നും നിന്നില്ല, അത്രയും ക്യൂ ആയിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ചൂടും ഒട്ടും താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു കേട്ടോ. അതേപോലെ പോകുമ്പോൾ തന്നെ ഞാൻ വേൽമാറൽ ബുക്ക് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. പഴനിയിൽ പോയിട്ട് അത് പതുക്കെ ഇരുന്ന് വായിച്ച് സാവധാനം എന്താ പറയുക നമ്മൾ തൃപ്തിയായി തൊഴുതിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ പുളിയോദര വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ അതിരസം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഉച്ചയ്ക്ക് ഒന്നും ഫുഡ് ഉണ്ടായിരുന്നില്ല. അതേപോലെ വരുന്ന വഴിക്കാണ് നമ്മൾ നല്ല മുല്ലപ്പൂ ഇങ്ങനെ കെട്ടിയത് കണ്ടു കേട്ടോ. അപ്പോൾ അത് കുറച്ച് വാങ്ങിയിട്ട് വണ്ടിയിൽ എടുത്ത് വെച്ചു. പോകുമ്പോൾ ഈ മുല്ലപ്പൂ ഒന്നും കണ്ടില്ല കേട്ടോ. അങ്ങനെ രാവിലെ ഉച്ചയ്ക്കും കഴിക്കാത്തത് കൊണ്ട് നല്ല വിശപ്പായിരുന്നു. അപ്പോൾ ഫുഡ് വന്നതും കൺട്രോളൊക്കെ വിട്ടുപോയി. ഞാനിത് ഫുഡ് എല്ലാവരും കഴിച്ചു കേട്ടോ. അതിന് ശേഷമാണ് അയ്യോ വീഡിയോ എടുത്തിടാൻ മറന്നു പോയല്ലോ എന്ന് വിചാരിച്ചത്. ലാസ്റ്റ് ഒരു ചായ മാത്രമാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടിയത്. അങ്ങനെ വിക്കി ഇരുന്ന് ചിരിക്കുകയായിരുന്നു കേട്ടോ. ചായ മാത്രമല്ലേ കിട്ടിയുള്ളൂ എന്നും പറഞ്ഞിട്ട്. ഏകദേശം ഒരു 7-7:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ്, നല്ലൊരു റെസ്റ്റോറൻറ്റാണ്. നമ്മൾ ആദ്യമായിട്ടാണ് പോയി കഴിക്കുന്നത്. അപ്പോൾ കണ്ണന് കുറേ നേരം കളിക്കാനൊക്കെ ടൈം ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം കളിച്ച് ഒരു മൗത്ത് ഓർഗനൊക്കെ വാങ്ങി അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ് ചെയ്തത്. പിന്നെ നമ്മുടെ പാലക്കാട് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 9:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തുമ്പോൾ തന്നെ. അങ്ങനെ ഞങ്ങളിത് ഓരോ റോസ് മിൽക്കും കഴിച്ച് അവിടെ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ.